ഹലോ നമസ്കാരം, ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അമാവാസി ദിനത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സെൽഫ് കെയർ അഡ്വൈസസ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ ഈ പ്രാവശ്യത്തെ അമാവാസി എന്ന് പറയുന്നത് ലിയോ സോഡിയാക് സൈനിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂ മൂൺ ഇൻ ലിയോ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിയോ സോഡിയാക് സൈൻ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ നമ്മുടെ ശരിയായ ആ ഒരു ട്രൂ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയുകയും നമ്മളുടെ ആ ഒരു ഒതന്റിക് സെൽഫിലേക്ക് നമ്മൾ മാറേണ്ടതുമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല സെൽഫ് ഹീലിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം എന്തൊക്കെയാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സെൽഫ് കെയർ അഡ്വൈസസ് എന്നുള്ളത് ആ ഒരു വിഷയത്തിൽ ഈ റീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ പോലെ 3 ഗ്രൂപ്പുകൾ ഉണ്ട്. നിങ്ങൾക്ക് തമ്മിലത്തെ 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചോ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എന്നും എപ്പോഴും ഓർക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തമ്മിലെടുത്ത ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സെൽഫ് കെയർ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. Clarify the word. Clarify the Queen of Pentacles. പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ചില അധ്യായങ്ങളുണ്ട്. നിങ്ങൾ അതിപ്പോഴും അവസാനിപ്പിക്കാതെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതിലെ ഒരു നിരാശ അതിപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് എപ്പോൾ നിങ്ങളത് കളയുന്നോ, എപ്പോൾ നിങ്ങളാണ് അവിടെ ഇനീഷ്യേറ്റ് എടുക്കേണ്ടത്, നിങ്ങളാണ് അവിടെ തീരുമാനിക്കേണ്ടത്. എപ്പോഴാണ് നിങ്ങൾ ആ ഒരു പാസ്റ്റിനെ ഓക്കെ ഇനി അതിൽ ഞാൻ ഫോക്കസ് ചെയ്യില്ല, ഇനി എൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണെന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നോ, എപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു, അപ്പൊ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുരോഗതി കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു റാൻഡമായിട്ട് കേട്ടിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്, കംപ്ലൈന്റ് പറയാതിരിക്കുക. സത്യമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു പരാതി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലോ വൈബ്രേഷൻ എനർജിയിൽ എപ്പോഴും, മനസ്സിലായോ? അപ്പൊ കൂടുതൽ പരാതി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അന്നേരം നമുക്ക് എന്താണ് നല്ലതുള്ളത്, അതിപ്പോ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. എന്നിരുന്ന പോലെ തന്നെ നല്ല നല്ല അനുഭവങ്ങൾ, കഴിഞ്ഞു പോയ കാലത്തിലെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടല്ലോ, നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരു ഫോർവേഡ് മൊമെന്റ്, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗതി അല്ലെങ്കിൽ ഒരു ഉന്നതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു സ്റ്റാഗ്നന്റ് എനർജി ആയിരിക്കും. കാരണം നിങ്ങൾ അവിടെ പാസ്റ്റിൽ ഇപ്പോഴും നിൽക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ, അതിൽ നിങ്ങൾക്ക് മാറ്റം വരണം. മാറ്റം വന്നാൽ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ മാറ്റം ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം വളരെ നല്ലൊരു സമയം നിങ്ങൾക്കായിട്ട് ശരിക്കും കാത്തിരിക്കുകയാണ്. വളരെ നല്ലൊരു ഘട്ടം, ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ, വിജയങ്ങൾ നിറഞ്ഞ വളരെ നല്ലൊരു സമയം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. പക്ഷെ നിങ്ങൾ അതിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടേ ഇല്ല. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യണ്ടാവും, ഒന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ഈ പാസ്റ്റിലാണ്, അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ കാലത്തില് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്, അതിലൊന്നും നിങ്ങൾ അധികം അത് ഫോക്കസ് ചെയ്യില്ല തന്നെ. അപ്പൊ അഥവാ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്താൽ അത് വളരെ എന്താ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള പോലെയാണ് നിങ്ങൾ പറയാ. നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നടക്കാതെ പോയ കാര്യങ്ങള്, നിങ്ങൾക്ക് പ്രയത്നിച്ചിട്ടും കിട്ടാതെ പോയ കാര്യം, ഈ ഒരു കാര്യത്തിലാണ്. ആ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ ഈ കൂടുതൽ പരാതി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ആകുക ചെയ്യുക, കൂടുതൽ നിരാശയിലേക്ക് പോവുക ചെയ്യുക. അതേപോലെ തന്നെയാണ്. അപ്പൊ ആ പരാതി പറയുന്നത് അല്ലെങ്കിൽ എനിക്കിതില്ല അതില്ല ആ പറയുന്നത് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ തന്നെയാണ് അതിൽ നിന്ന് മാറി എനിക്ക് എന്തൊക്കെയുണ്ട്, ഞാൻ എന്തൊക്കെ നേടി, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ വില കൊടുക്കണം. നമ്മുടെ നേട്ടങ്ങൾക്ക് നമ്മൾ വില കൊടുത്തു തുടങ്ങുമ്പോഴാണ് ചുറ്റുമുള്ളവരും അതിനെ വില കൊടുക്കാനും അംഗീകരിക്കാനും തുടങ്ങുള്ളൂ. അത് എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് അതാണ് പറയണത്. ഈ ന്യൂ മൂണിലെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയണ്ടേ
തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ കാലത്തിന് അത് നിങ്ങൾ റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യാതെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകും എന്ന് വിചാരിക്കേണ്ട, നടക്കില്ല. ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എവിടെയാണോ നിരാശ ഉണ്ടായത്, എവിടെയാണോ നിങ്ങൾക്ക് വിഷമം ഉണ്ടായത്, അത് നിങ്ങൾ അത്രയും വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. അത് അവിടെ അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. പിന്നെ ഇനി എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതാണെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് അവിടെ വീണ്ടും അവസരം വരുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് എന്തായാലും അവിടെ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ എന്നുള്ളതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കൃത്യമായ ഒരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ തന്നെയാണ് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുക. ഓക്കെ. പിന്നെ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളുടെ ആ ഒരു ലോങ് ടേം സക്സസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതിലാണ് ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പുരോഗതി വരണമെങ്കിൽ നിങ്ങൾ അതിൽ ശ്രദ്ധ കൊടുക്കുക, അതിനായിട്ട് പരിശ്രമിക്കുക. ഇത് കഴിഞ്ഞു പോയത് കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര പരാതി പറഞ്ഞാലും എത്ര നിങ്ങൾ സങ്കടപ്പെട്ടാലും, സങ്കടപ്പെടാനും പരാതി പറയുമ്പോൾ ഒരു അസ്വസ്ഥത അല്ലാതെ അതിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാവില്ല. അല്ലെ? ആ പോയ കാര്യം തിരിച്ചു വരില്ല. കാരണം അത് കഴിഞ്ഞു പോയതാണ്, നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അതിനർത്ഥം അത് അവിടെ അവസാനിച്ചു. ഇനി എനിക്ക് അങ്ങനത്തെ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസരം കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്ക് അപ്പുറത്ത് കാത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ സെക്കൻഡ് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ, പ്രത്യേകിച്ച് നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണോ, അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കണം എന്ന് പറയില്ലേ, അതാണ് കാര്യം. നിങ്ങൾ അതിനെ ഒരു സ്പേസ് കൊടുക്കണ്ടേ യൂണിവേഴ്സിന്, അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിൽ തന്നെ നിന്ന് പോവുകയാണ്. അത് നിങ്ങൾ മാറ്റം തന്നെ വേണം. വളരെ ഒരു ഇമോഷണൽ ആയിട്ട് മാത്രം ചിന്തിക്കുക, നിങ്ങൾ ലോജിക്കൽ ആയിട്ടും കൂടെ ചിന്തിക്കണം. അതായത് ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ഇവിടെ വേണ്ടത്. ഈ ഇമോഷണലി ഇങ്ങനെ എനിക്ക് അല്ലെങ്കിൽ അത് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായില്ല, എന്റെ തെറ്റുകൊണ്ടായിരിക്കും, അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റ് ബേസ്, എന്നെ കൊണ്ട് അത് പറ്റില്ല, അല്ലെങ്കിൽ ഇനി അത് കിട്ടില്ല. ഞാൻ കേൾക്കുന്ന ചോദ്യം, നിങ്ങൾ ആരാണ് വിദ്യ എഴുതാന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ് അത് പറയാ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ കിട്ടില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂണിവേഴ്സിന് അറിയാം പക്ഷെ നിങ്ങളുടെ ഭാവിയിൽ എന്തൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്, ഈ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കുമ്പോൾ ഈ മൊമെന്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭാവിയിലേക്കായിട്ട് നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി വരാൻ തടസ്സം നിൽക്കുന്നത് എന്തൊക്കെയെന്ന് കൃത്യമായി കണ്ടെത്തുക. നിങ്ങളിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളില്, ഇവിടെ നമ്മൾ പറയുന്നത് ആ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഇൻസെക്യൂരിറ്റി, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, പിന്നെ നിങ്ങൾക്ക് കുറെ നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകള്, അതൊക്കെ നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ആ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ഒരിക്കലും ആയിരിക്കാതിരിക്കുക. എനിക്ക് ഇങ്ങനെ പറ്റിയല്ലോ, എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, അത് നിങ്ങൾ മാറ്റണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും അങ്ങനെ ഇരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം. അപ്പോൾ തന്നെയാണ് നമ്മുടെ ലൈഫിലും ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതും ഇന്ന് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നാളെ മാറ്റം കാണുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മള് ആ ഒരു വിശ്വാസമാണ്. അതായത് എന്റെ മൈൻഡ് ഷിഫ്റ്റിൽ മാറ്റം വരുന്നതനുസരിച്ച് എനിക്ക് ഹീലിംഗ് ഉണ്ടാകുന്നതനുസരിച്ച് എന്റെ ജീവിതത്തിലും പ്രോഗ്രസ് ഉണ്ടാകും എന്നൊരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോവുക. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ റിലീസ് ചെയ്യണമോ അത് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രയത്നിക്കുക. അതുപോലെ തന്നെ ഭാവിയെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. അത്രയുമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ബാക്കിയൊക്കെ യൂണിവേഴ്സിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല നല്ല കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആക്ച്വലി ഒരുപാട് നല്ല നല്ല കമ്മ്യൂണിക്കേഷൻസ്, അത് വരുന്നില്ലെങ്കിൽ, അതിനൊരു ഡിലേ ഉണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, കാരണം നിങ്ങൾ അത് വരാൻ അനുവദിക്കുന്നില്ല. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ എത്രയും പെട്ടെന്ന് മാറ്റം വരുത്തുക. കാരണം നിങ്ങൾക്ക് അത്രയും നല്ല നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തല്ല, ആ ഒരു കാര്യം നിങ്ങൾ അനുഭവിക്കുന്നതിന് കാലതാമസം നേരിടും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള സെൽഫ് കെയർ അഡ്വൈസസ് ഈ ഒരു അമാവാസി ദിനത്തിലെ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു അമാവാസി ദിനത്തിൽ, അതായത് ന്യൂ മൂൺ ഇൻ ലിയോ ആണ് ഇപ്പോൾ സംഭവിക്കുന്നത്, നാളെ സംഭവിക്കുന്നത്.
ഈ ന്യൂമോൺ ഇൻ ലിയോ നിങ്ങളോട് യൂണിവേഴ്സിന് നൽകാനുള്ള സെൽഫ് കെയർ അഡ്വൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സെൽഫ് കെയർ അഡ്വൈസസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രണയത്തിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട്, അതായത് റിലേഷൻഷിപ്സ് ഇൻ ജനറൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ എന്താ പറയാ പ്രശ്നങ്ങൾ, നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ പറയുന്നു നിങ്ങൾക്ക് ആ വേദനകളിൽ മൂവ് ഓൺ ചെയ്യണമെങ്കിൽ ഓക്കെ, ഒരു സ്പിരിച്വൽ അഡ്വൈസ് ആയിട്ട് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനർത്ഥം ക്ഷമിച്ചവർക്ക് വീണ്ടും ജീവിതത്തിൽ അവസരം കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരോട് ക്ഷമിക്കുക. ആ ഒരു സിറ്റുവേഷൻ ഓക്കെ, അത് ഞാൻ അവരോട് ക്ഷമിക്കുന്നു, അത് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞാൻ അവരോട് ക്ഷമിക്കുകയാണ് എന്ന് പറയാം നിങ്ങൾക്ക്. ഓക്കെ, അവര് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കൊടുക്കരുത്. ഓക്കെ, അവർ വീണ്ടും നിങ്ങളോട് അടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവരെ അടുപ്പിക്കരുത്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളോട് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചു എന്ന് വിചാരിക്കൂ, അപ്പൊ നിങ്ങൾക്കൊരു എന്താ പറയാ വിശ്വാസക്കുറവ്, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും അല്ലെ. അതിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആകണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന്, അതായത് നിങ്ങൾ ആരാണോ നിങ്ങളെ പറ്റിച്ചത്, നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്തത്, അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. നിങ്ങൾ ആ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, ആ ഒരു എനർജിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാനായിട്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കണം. എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വീണ്ടും ആ ഒരു എന്താ പറയാ യൂണിവേഴ്സിൽ വിശ്വസിക്കാനും, നിങ്ങൾ അതിനനുസരിച്ച് ഹീലിംഗ് ചെയ്യണം. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ എന്തൊക്കെയാണോ അതിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പൊ അതൊക്കെ എളുപ്പമായിരിക്കും. ആ ഹീലിംഗും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കാരണം എന്താ വെച്ചാൽ ആ റൂട്ട് കോസിനെയാണ് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുന്നത് ഫസ്റ്റില്. ഓക്കെ, അവരോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാണ്, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ ഇറേസ് ചെയ്യാണ്. അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അത് ഒരു പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഏതിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങൾ ആദ്യം റിലീസ് ചെയ്യുക. പ്രത്യേകിച്ച് അതിന് കാരണക്കാരായവരോട് ക്ഷമിക്കുക, മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ആ ക്ഷമിക്കാത്തടത്തോളം നിങ്ങളുടെ ഉള്ളിൽ അതിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അവർ കാര്യങ്ങൾ സംഭവിച്ചു, ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചു, ആ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് വരണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സക്സസ് വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഹെൽത്തി കണക്ഷൻസ് വരണമെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിയോട്, ആരാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ വ്യക്തി, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിനോട് ക്ഷമിക്കുക. ആ ഒരു സാഹചര്യത്തിനോടും ക്ഷമിക്കുക. ആ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നു. ഓക്കെ, അതൊരു തരത്തിൽ നിങ്ങൾക്കുള്ള ഒരു സ്പിരിച്വൽ ലെസൺ എന്ന് പറയാം. കാരണം അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതിൽ തന്നെ ഉടക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ വരില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങളൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഓക്കെ, ഒരു സംശയമൊന്നും പാടില്ല അവിടെ, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും സന്തോഷം തരുന്ന, നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലീകരിക്കുന്നതിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത്രയും അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനായി പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഒരു സൈനും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ റീഡിംഗ് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ വൈകാതെ തന്നെ ആ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പൊ ടെൻഷൻ ആകാതിരിക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. അത് നിങ്ങളോട് എടുത്തു പറയുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചല്ലെങ്കിൽ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, ഈ ഒരു ആഗ്രഹം നടക്കുന്നതിന് കാലതാമസം നിങ്ങൾ നേരിടും. അതുപോലെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, കൂടുതൽ പ്രോസ്പെറിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വേണം.
ഓക്കെ, പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ഒരു സമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക, എക്സസൈസ് ചെയ്യാൻ ഒരു സമയം മാറ്റി വെക്കുക. അങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും സമയം മാറ്റി വെച്ച് ആ ഒരു സമയത്ത് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും ഓക്കെ, ഓരോ ദിവസം ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് തലേദിവസം തന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കണം. തലേദിവസം ജോലിയിൽ നിന്ന് പോരുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ബിഫോർ ഹാൻഡ് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുക. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പ്രൊആക്റ്റീവ് ആയിട്ട് നിന്ന് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ പോകുമ്പോഴാണ് കരിയറിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ഒരു എന്താ പറയാ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് കൂടുതൽ ഒരു അബണ്ടൻസ്, ഒരു അബണ്ടന്റ് എനർജി, ഒരു പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം, അത് ചിലപ്പം എന്താ പറയണ്ടേ, ഈ കോഴ്സ് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കും, കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു തോന്നൽ വരുന്നുണ്ട്, ശക്തമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതും ഒരു തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജി ഷിഫ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ഹയർ ലെവൽ ഫ്രീക്വൻസിയിൽ എത്തിക്കാനായിട്ട് അത് സഹായിക്കുന്നു കാണുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ, ഒരു ഉൾവിളി പോലെ അത് ചെയ്താലോ, അത് പഠിക്കണമല്ലോ, അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. ഓക്കെ, അങ്ങനത്തെ തോന്നലുകൾ നിങ്ങൾ എന്താ പറയാ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ, നിങ്ങൾ ഇപ്പൊ സിംഗിൾ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലുള്ള യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് റെഡി ആകുക, അതിൽ ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക, അതിനായിട്ട് വർക്ക് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ലോ, ലൈഫിൽ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഈ ഒരു ഡിവൈൻ യൂണിയനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ആ ലോങ് ടേം കമ്മിറ്റ്മെന്റിന്റെ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മൂൺ ഫേസിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ന്യൂ മൂൺ തൊട്ട് ആ ഒരു എന്താ പറയുക ഡിവൈൻ യൂണിയനിലേക്കുള്ള ദൂരം അധികം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് അതിനായിട്ടും തയ്യാറെടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇനി വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, കാലാകാലങ്ങളിലേക്ക് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ആ വ്യക്തി വരുന്നതിന്, ആ ഒരു ആള് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരെ ഫുള്ളി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളും തയ്യാറാകണം. ആ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താ പറയാ അതിനു വേണ്ടി നിങ്ങൾ പൂർണ്ണമായി തയ്യാറാകണം. അതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് കാണുന്നു. ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല എന്നും കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു സമയത്ത് ചിലപ്പം ചില കാർമിക് കണക്ഷൻസ്, അല്ലെങ്കിൽ മുന്നത്തെ ഏതെങ്കിലും പാസ്റ്റ് റിലേഷൻഷിപ്പിലെ ചില വ്യക്തികളൊക്കെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വീണ്ടും ഒരു അവസരം തീരെ കൊടുക്കാതിരിക്കുക കേട്ടോ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ആരോടൊക്കെ ഇപ്പൊ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉള്ളത്, നിങ്ങൾക്ക് ഒരു ആ സമയം നിങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഫീൽ തരുന്ന ആളുകളുമായിട്ട് കഴിവതും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള യൂണിവേഴ്സിന്റെ സെൽഫ് കെയർ അഡ്വൈസ് ഈ ഒരു അമാവാസി ദിനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനുള്ള സെൽഫ് കെയർ അഡ്വൈസസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനുള്ള സെൽഫ് കെയർ അഡ്വൈസസ് എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യമേ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കുറച്ചൊരു നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും ഇങ്ങനെ എല്ലാവരോടും അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് ഫൈനലൈസ് ആകട്ടെ. ഒക്കെ എല്ലാം കംപ്ലീറ്റ്ലി റെഡി ആയി 100% അത് ആയതിനു ശേഷം, ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആണെങ്കിൽ അത് ജോലി ശരിയായ ജോലിയിൽ പ്രവേശിച്ചിട്ടൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ആരോടൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കുറച്ച് മൈൻഡ്ഫുൾ ആയിരിക്കണം. ഓക്കെ, രഹസ്യമാക്കി വെക്കണം തോന്നുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കണം. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ പറയണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയരുത്. ഏതെങ്കിലും ഒരാളോട് പറയണമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ അപ്പൊ തന്നെ വേണ്ട എന്ന് വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ.
പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കാൻ, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്നും കാര്യമായ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് എത്താൻ ഒരുപാട് ട്രാൻസിഷൻസ് ഉണ്ട്. ഓക്കെ, അതില് ആ ഒരു ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ തയ്യാറാവണം. അവിടെ നിങ്ങൾ എന്താ, അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് കംഫർട്ട് സോണിൽ പുറത്തു വരാൻ പറ്റില്ല, അങ്ങനെ പാടില്ല. എന്തൊക്കെ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, ഇതാണ് എന്റെ ലക്ഷ്യം, അതിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ നേരിടാൻ ഞാൻ റെഡിയാണ് എന്നൊരു മെന്റാലിറ്റി, ആ ഒരു മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അത്രയും ഒരു ധൈര്യത്തോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം, ഓക്കെ, നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സമാധാനം, അതിനാണ് നിങ്ങൾ ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുക. നിങ്ങൾ ടെൻസ്ഡ് ആകുമ്പോൾ ആകെ ഒരു കുഴഞ്ഞ ഒരു പരിവായിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ റെസ്റ്റ്ലെസ് ആണ്, ഉള്ളിൻ്റെ ഉള്ളിൽ റെസ്റ്റ്ലെസ് ആണ്. അപ്പൊ നിങ്ങളോട് അതാ പറയണേ, നിങ്ങളുടെ സമാധാനത്തിന് ഇപ്പൊ പ്രയോറിറ്റി കൊടുക്കുക. അതിന് ആരോടൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാത്തത്, ഒരു എന്താ പറയാ സ്വസ്ഥത കിട്ടാത്തത്, ആ സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തികളിൽ നിന്നും അകലം പാലിക്കുക. കണ്ടോ, ഹെർമിറ്റ് മോഡിലായിരുന്നാൽ അത്രയും നല്ലത് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ കുറച്ച് ഒന്ന് പിന്നോക്കം വലിയേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതൊരു വലിയ ലക്ഷ്യമാണെന്ന് കാണുന്നത്. ഈ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും കാര്യമായ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി അതായിരിക്കണം നിങ്ങളുടെ എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ. ഓക്കെ, ബാക്കിയെല്ലാം അതിന് ശേഷമേ വരുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം, നിങ്ങളുടെ അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകരുത്, നിങ്ങൾ വളരെ ഒരു സമാധാനമായിട്ടുള്ള ഒരു മനസ്സോടെ ഇരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെർമിറ്റ് മോഡിലായിരിക്കാനാണ് പറയുന്നത്, ഒരു സോളിറ്റ്യൂഡ് എനർജി. ഓക്കെ, ഒരു എന്താ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, എനിക്ക് ഫ്രണ്ട്സ് വേണം, ആ ഒരു നിർബന്ധ ബുദ്ധികളൊക്കെ നിങ്ങൾ മാറ്റിവെക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതം നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളിലും ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. ഓക്കെ, ആ ഹീലിംഗ് ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ലൈഫിൽ ഒരു സന്തോഷമുള്ളൂ എന്ന് ചിന്തിക്കുന്നതും അതൊരു കോഡിപെൻഡൻസി ട്രൈറ്റ് ആണ്. അത് മാറ്റിയെടുക്കേണ്ടതാണ്. അത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അത് മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പൊ അതിലൊക്കെ വേണം നിങ്ങളിപ്പോ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ലക്ഷ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹെർമിറ്റ് കാർഡിൽ കാണുന്ന ഈ ഒരു സ്റ്റാർ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റാർ. മനസ്സിലായോ? അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്. അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും. അതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്ന എല്ലാത്തിൽ നിന്നും നിങ്ങളും മാറി നിൽക്കേണ്ടതാണ് കേട്ടോ. അതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ക്ലാരിഫൈ ദ ക്വീൻ ഓഫ് പെന്റക്കിൾസ്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫെമിനിൻ എനർജി, ഓക്കെ, ഓൾറെഡി ഇപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു ആ ഒരു കാര്യം നേടിയെടുത്തിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും കുറച്ചൊരു പവർഫുൾ എനർജി കിട്ടുന്നുണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അവർ അറിയുന്നതാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആണ്. അപ്പൊ അവർ ആദ്യമായി പരിചയപ്പെടുകയാണെങ്കിലും നിങ്ങൾക്കും അവർക്കും പരസ്പരം ഒരുപാട് നാളായിട്ട് അറിയുന്ന ഒരു ഫീലാണ് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവർ നിങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്യാനും അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പരിചയപ്പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവർ നൽകുന്ന സജഷൻസ് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലൊരു സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഓക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്നു. അത് നിങ്ങൾ ഈ ലക്ഷ്യം നേടിയെടുക്കും, നിങ്ങളുടെ വിജയത്തിന്റെ സൂചനയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞതിനെ മാറ്റിവെക്കാനായിട്ട് പാടില്ല. ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയാ, നിങ്ങൾക്ക് ഞാൻ അതിന് റെഡി ആണോ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അത്. പക്ഷെ നിങ്ങൾ ധൈര്യസമേതം അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ മാക്സിമം ക്ലാരിറ്റിയിൽ വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവരെ കൺവേ ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് കാണുന്നു.
കാരണം അത് നിങ്ങൾ കൃത്യമായി ചെയ്ത് അവർ തരുന്ന അവസരം അല്ലെങ്കിൽ അവർ തരുന്ന അഡ്വൈസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അവിടെ കാര്യമായ ഒരു പുരോഗതി, ഓക്കെ, ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും വരും, ഒരു സ്വസ്ഥത നിറഞ്ഞൊരു ലൈഫ് വരും, ഒരുപാട് പോസിറ്റീവ് ഷിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ കേസ് ഒരു ഡിഫറെന്റ് ലൊക്കേഷനിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓക്കെ, ഒരു ട്രാവൽ ആൻഡ് റീലൊക്കേഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും സാധ്യമാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്ത് വേണം, നിങ്ങൾ ആ ഒരു അവസരം വരുമ്പോൾ അതിനെ തട്ടിക്കളയാൻ പാടില്ല. പ്രത്യേകിച്ച് ചിലപ്പോ ഈ ഒരു വ്യക്തി അവര് ഞാൻ പറഞ്ഞല്ലോ പരിചയമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായ ഒരു ഘട്ടത്തിൽ അവരുണ്ടായിരുന്നുണ്ടാവും, അന്ന് ചിലപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആ ഒരു വിഷമം മനസ്സിൽ വെച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ സഹായത്തിന് തട്ടിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങളുടെ ആണ് ചോയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആ ഒരു നിങ്ങളിപ്പോ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിരാശകൾക്കൊക്കെ പകരം നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് എപ്പോഴാണ് എത്തുന്നത്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുമ്പോൾ, അതിൽ നിന്ന് ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ആകാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിന് തന്നെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു സെൽഫ് കെയർ, സെൽഫ് ലവ്, സെൽഫ് ഹീലിംഗ് ജേർണി, ഓക്കെ, അതിലും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, അപ്പോഴാണ് ഈ ഒരു അവസരം, ഈ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഈ ഒരു വ്യക്തിയിലൂടെ വരുന്നത്. അവർക്കൊരു ടോറസ് വിർഗോ കാപ്രിക്കോൺ പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കാം, ഫെമിനിൻ എനർജി ആണെന്നാണ് കാണുന്നത്. അപ്പോ അവരങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അത് നിങ്ങൾ അത് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആണ് പറയുന്നതെങ്കിൽ ആ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതായത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് തട്ടിക്കളയാൻ പാടില്ല എന്ന് പറയണം. അത് നിങ്ങൾക്ക് തന്നെ പിന്നെ വിഷമാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിന് മുൻപ് എന്തെങ്കിലും ഒരു ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഇവര് അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്തില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പൊ അവര് തരുന്ന സഹായത്തിന് തട്ടിക്കളയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഇവിടെ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ അഡ്വൈസ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച കൊണ്ടുവരാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം സ്വസ്ഥതയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് തരുന്ന ആളുകൾ, അത് തരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിരിക്കുക. അതില് എന്താ പറയാ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആളുകൾ, സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഈ ലക്ഷ്യമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് വെച്ച് കമ്പയർ ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് ഈ ഒരു കാര്യം തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി ഒരു ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വരുമ്പോൾ ലൈഫ് വളരെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകണം. കരിയറിലും ആ ഒരു കരിയറിൽ ഉണ്ടായിരിക്കണം ഡിസിപ്ലിൻ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഉണ്ടായിരിക്കണം. പൈസ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ കുറച്ചൊന്നൊരു എക്സ്ട്രാവഗന്റ് ആകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതാണ് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് അത് പാടില്ല. ഓക്കെ, അത് പാടില്ല എന്ന് എടുത്തു പറയുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. അതുപോലെ ആരോടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അതൊക്കെ ആരോടൊക്കെ ഷെയർ ചെയ്യണം, അത് ആരോടൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ല, അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയണ്ട പിൻവലിയേണ്ട ഒരു സമയമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, റിസ്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു.